പഠിക്കുന്ന ഒരുപാട് മക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മിസ്സേ പഠിക്കാൻ മോട്ടിവേഷൻ ഇല്ല. അപ്പൊ ഓരോ ലൈവില് വരുമ്പോഴും നിങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്, മിസ്സേ മോട്ടിവേഷൻ തരുമോ കുറച്ച്, അല്ലെങ്കിൽ മോട്ടിവേഷൻ കിട്ടുന്നില്ല പഠിക്കാൻ വേണ്ടിയിട്ട്, ഭയങ്കര മടിയാണ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മിസ്സിന് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്ക് ഒരിക്കലും ഒരാളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ മിസ് ഒരു ചെറിയ കാര്യം പറഞ്ഞുതരാം. അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം മിസ്സിന് കുറേ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. രാവിലെ നമ്മുടെ റെസിഡൻഷ്യൽ ക്ലാസ്സിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വൈകുന്നേരം മിസ്സിന് 2 ലൈവുകൾ ഉണ്ടായിരുന്നു. അപ്പം അന്നാണെന്നുണ്ടെങ്കിൽ രാവിലെ എണീക്കുന്ന സമയത്ത് മിസ്സിന്റെ കഴുത്തിന് ഭയങ്കര, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നീക്കാൻ പറ്റും, ചെറുതായിട്ട് ഇങ്ങനെ ഉളുക്കിയ പോലെയുള്ള ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ എനിക്കാണെങ്കിൽ ബോർഡിലേക്ക് തിരിയാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെ അന്ന് വേണമെങ്കിൽ മിസ്സിന് എന്തായിരുന്നു, ലീവ് എടുക്കായിരുന്നു. ഇപ്പൊ റെസിഡൻഷ്യൽ ബാച്ചിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 7:30 നമ്മളിപ്പോ 1 ഷോട്ട് സീരീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലെ. അപ്പൊ 8ാം ക്ലാസ്സിലെ 1 ഷോട്ട് ഉണ്ടായിരുന്നു. ആൻഡ് രാത്രി 9 മണിക്ക് നമ്മുടെ ബാക്ക്ലോഗ് സീരീസ്, അതായത് നിങ്ങളുടെ ചേട്ടന്മാർക്ക് +1 +2 മക്കൾക്ക് ബാക്ക്ലോഗ് സീരീസ് ഉണ്ട്. അതായത് നമ്മുടെ ഓൺ എക്സാംസ് ഒക്കെ വരികയാണല്ലേ, അപ്പൊ അവർക്ക് പഠിക്കാത്ത പെൻഡിങ്ങിലുള്ള ചാപ്റ്റേഴ്സ് ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതായിരുന്നു മിസ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, രാവിലെ മിസ്സിന് എണീക്കുമ്പോൾ തന്നെ വയ്യ, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ലീവുകൾ ഉണ്ട്, അപ്പൊ മിസ്സിന് ലീവ് എടുക്കാമായിരുന്നു അല്ലെ. പക്ഷെ ഞാൻ എന്താ ചിന്തിച്ചത്, അതായത് നമ്മളെ വിശ്വസിച്ച് ഒരുപാട് കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇതായി നമ്മുടെ എക്സാം വിന്നറിൽ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ യൂട്യൂബ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം, ഫ്രീ ആയിട്ടാണ് നമ്മൾ ക്ലാസ്സസ് കൊടുക്കുന്നത്. ഒരു ദിവസം ലൈവ് പോയില്ല എന്ന് വിചാരിച്ച് എക്സാം വിന്നർ ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. മിസ്സിനെ രാവിലെ വിളിച്ച് പറഞ്ഞാൽ മതി, എനിക്ക് തീരെ വയ്യ, ഞാൻ ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മിസ് അത് ചെയ്തില്ല. കാരണം എന്താണ്, എന്റെ മനസ്സിലുണ്ട് അല്ലെ, ഞാൻ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെ ആശ്രയിച്ച് ഒരുപാട് മക്കൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ദിവസം ലീവ് ആക്കുന്ന സമയത്ത് ആ 3 ക്ലാസ്സുകൾ അല്ലെങ്കിൽ ആ 3 ലൈവുകൾ ഒരുപാട് കുട്ടികളെ എഫക്ട് ചെയ്യുന്നു മിസ്സിന് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ലീവ് എടുക്കാതിരുന്നത്. ഇതൊരിക്കലും അയ്യോ ദിൽഷ മിസ് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണെന്നൊക്കെ നിങ്ങൾ പറയാൻ വേണ്ടി മിസ് പറഞ്ഞതല്ല. ഇതൊരു ചെറിയ കാര്യമായിരിക്കാം അല്ലെ. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഇതിപ്പം ഞാൻ ഇന്ന് ലീവ് എടുത്തു കഴിഞ്ഞാൽ എന്റെ സാലറി പോകാൻ പോകുന്നില്ല, എന്റെ ലീവ് അല്ലെ, ജസ്റ്റ് ഒരു ലീവ് മാത്രമേ പോകാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ച് എന്റെ ലൈഫിൽ ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. എന്നിട്ടും ഞാൻ എന്ത് ചെയ്തു, എന്റെ ഒരു ഡെഡിക്കേഷൻ കൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ക്ലാസ്സസ് ഒന്നും പോകലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്ലാസ് എടുത്തത്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം, നിങ്ങളിപ്പോ പഠിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? വേറെ ആരെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പ്രൗഡ് ചെയ്യിപ്പിക്കാനോ ഒന്നും അല്ല അല്ലെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് എന്താവണം അല്ലെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഉഴപ്പ് വന്നാൽ പോലും സ്വന്തമായിട്ട് നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മോട്ടിവേഷന് വേണ്ടി തെരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട കാര്യമാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത്രയും ദിവസങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ഉഴപ്പി നടന്നിട്ടുണ്ടാവും, ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല, ലൈവുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇപ്പൊ ഇനി നമ്മുടെ ഓണം എക്സാമിന് 10-15 ദിവസങ്ങളുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ചില ആൾക്കാർ നമ്മൾ ഇവന്റിനൊക്കെ പോലും അയ്യോ മിസ് 15 ദിവസമല്ലേ ഉള്ളൂ. മക്കളെ 15 ദിവസങ്ങൾ ഉണ്ട് അല്ലെ. അപ്പൊ ഇനിയും 15 ദിവസങ്ങളിൽ ഓരോ ദിവസവും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് അത്രയൊന്നും വലിയ ചാപ്റ്റേഴ്സ് പഠിക്കാനൊന്നുമില്ല. ഈ 15 ദിവസങ്ങളിൽ തീരുന്നത് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാം, നമ്മുടെ എക്സാമിനർ ഒരുപാട് 1 ഷോട്ട് സീരീസുകൾ ഇതാ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ഇടയിൽ ഒരുപാട് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ്, കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇടുന്നുണ്ട് അല്ലെ. ഒരുപാട് പേര് ഇതിന്റെ പിന്നിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു ചെറിയ കാര്യം മാത്രം ചെയ്താൽ മതി, ഈ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രം ചെയ്താൽ തനിയെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഇനിയെങ്കിലും പഠിക്കാൻ മോട്ടിവേഷൻ തോന്നുന്നില്ല എന്ന് എന്റെ കുട്ടികൾക്ക് തോന്നുകയാണെങ്കിൽ ഒരേ ഒരു കാര്യം ചിന്തിച്ചാൽ മതി, നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് എത്തിക്കാൻ ഒരുപാട് പേര് പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവരും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അവർ മോട്ടിവേറ്റഡ് ആണ്. അപ്പൊ ഞാൻ മോട്ടിവേറ്റഡ് ആണോ എന്ന് മാത്രം ചിന്തിക്കുക. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു മോട്ടിവേഷൻ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ, മിസ്സേ ഞാനിപ്പോ ചെയ്തതിൽ നിന്ന് ഞാൻ മാറി ചിന്തിക്കാൻ വേണ്ടി പോവാണ്, ഞാൻ ഇനി തൊട്ട് നന്നായിട്ട് പഠിക്കും, 1 ഷോട്ടുകൾ അറ്റൻഡ് ചെയ്യും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ കുട്ടികൾ കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.